നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എന്ന് വേണ്ട എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്നാണല്ലേ സേമിയ പായസം. അതുമാത്രമല്ല, ഇത് തയ്യാറാക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് സേമിയ പായസം. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ അമ്മമാർക്കും ഇഷ്ടമാണ് സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ ഞാൻ ഇത് ഉരുളിയിലാണ് തയ്യാറാക്കാറുള്ളത്. ഇവിടെ ഞാനൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഏത് പാത്രം തന്നെയാണെങ്കിലും നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം വേണം മാത്രം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം പാൽപ്പായസം വെക്കുമ്പോൾ അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഞാൻ ഈ പാത്രത്തിലേക്ക് 1 ലിറ്റർ നല്ല ശുദ്ധമായ പാലാണ് ചേർക്കുന്നത്. ഇനി ആ പാലിൻ്റെ പാത്രത്തിലേക്ക് 1 ലിറ്റർ കൂടി വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കയ്യിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. താഴെയൊന്നും പിടിക്കരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഉരുളിയാണെങ്കിൽ അത്ര പെട്ടെന്ന് പാല് താഴെയൊന്നും അടിയിലൊന്നും പിടിക്കില്ല. ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ നന്നായി ഇളക്കുന്നത് കേട്ടോ. ഇപ്പോൾ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വറുത്ത സേമിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് സാധാരണ വറക്കാത്ത സേമിയ വാങ്ങിയിട്ടും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. നെയ്യിലൊന്ന് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ വറുത്ത സേമിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സേമിയ പാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്, എപ്പോഴും പായസം തയ്യാറാക്കുമ്പോൾ അടികട്ടിയുള്ള പാത്രത്തിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞ് താഴെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. പായസം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് സേമിയ എടുത്തിട്ട് അതിൻ്റെ വേവ് ഒന്ന് നോക്കുന്നുണ്ട്. വേവ് ഏകദേശം 1/4 വേവോളം ആയിട്ടുണ്ട്. ഈ സേമിയയുടെ വേവ് പ്രധാനമാണ് കേട്ടോ. സേമിയ വെന്തില്ലെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ ഈ സേമിയ പായസത്തിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. ഞാൻ സാധാരണയായി പായസത്തിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാറുണ്ട് പാൽപ്പായസം വെക്കുന്ന സമയത്ത്. ഇവിടെ നെസ്ലയുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ പായസത്തിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. എപ്പോഴും സേമിയ വെന്ത് വന്നതിന് ശേഷം വേണം അതിലേക്ക് പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പായസത്തിലേക്ക് ആദ്യം കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. കാരണം ഈ കണ്ടൻസ്ഡ് മിൽക്കിന് നല്ല മധുരമുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരത്തിനനുസരിച്ച് മാത്രമേ ഞാൻ പിന്നീട് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് താഴെ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ചേർക്കുന്നതിൻ്റെ ഒപ്പം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിൻ്റെ മധുരം നോക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 കയ്യിൽ നിറയെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുഴിയൻ കയ്യിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 കയ്യിൽ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ചധികം പായസമുണ്ട്. ഇനി മധുരം നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് വീണ്ടും പഞ്ചസാര ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ സേമിയ പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി വരുന്നൊരു പായസമാണ്. അതിൽ കൂടെ പ്രത്യേകിച്ച് ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മധുരം ഇപ്പോൾ തൽക്കാലം ആയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ് മധുരത്തിൻ്റെ ചോയ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ പായസത്തിന് ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 5-6 ഏലക്ക 1 സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. തോലെല്ലാം മാറ്റി അതിൻ്റെ കുരു പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് സേമിയ പായസത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് തന്നെ പറയാം. ഇത് ഈ പായസത്തിന് ഒരു പ്രത്യേക സുഗന്ധം വരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏലക്കാപ്പൊടി പായസത്തിന് മസ്റ്റാണ്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ.
ഇനി മറ്റൊരു പാൻ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് പായസത്തിലേക്ക് കാരമലൈസ് ചെയ്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ കാരമലൈസ് ചെയ്യുമ്പോൾ പായസത്തിനൊരു പ്രത്യേക നിറം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ 3 ടീസ്പൂൺ പഞ്ചസാര നന്നായിട്ട് ഇളക്കി അതിനൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇത് ബ്രൗൺ നിറമായി വരുന്ന സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കിൽ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് താഴെയുള്ള കാരമലൈസ് ചെയ്ത പഞ്ചസാര ഒരു കട്ടിയായി വരുന്നത് കാണാം. എന്നാലും കുഴപ്പമില്ല, അത് പായസത്തിൽ ചേർക്കുമ്പോൾ ശരിയാവും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും ഈ പാലുമായിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. എന്നാൽ മാത്രമേ ആ പായസത്തിന് ഒരു പ്രത്യേക നിറം വരുന്നുള്ളൂ. നമ്മൾ സദ്യക്ക് കഴിക്കുന്ന പാലട പായസമൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷെ അവരിങ്ങനെയല്ല ചെയ്യുന്നത്. എന്നാലും നമ്മൾ ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു സൂത്രവിദ്യയാണിത്. പഞ്ചസാരയിലേക്ക് കാരമലൈസ് ചെയ്തതിന് ശേഷം ഈ പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിന് ഒരു പ്രത്യേക നിറമുണ്ടാവും. അത് നല്ല രസമാണ് കേട്ടോ. ഇനി ഞാനിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ പായസത്തിന് ഒരു പ്രത്യേക നിറം വരുന്നുണ്ട്. പായസത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും ഇതോടുകൂടി അവസാനിച്ചു. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്തതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. കാഷ്യൂനട്ട്, മുന്തിരി, അതുപോലെ തന്നെ ഇനി ബദാം ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. ചിലർ പിസ്ത ചേർക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി അതൊന്ന് നമുക്ക് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് കാഷ്യൂനട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കാഷ്യൂനട്ടും മുന്തിരിയും ഒരുമിച്ച് ഇട്ട് കൊടുക്കാറില്ല. കാരണം രണ്ടിനും 2 വേവാണ്. കാഷ്യൂനട്ട് ഒരിക്കലും ഒരുപാട് കറുത്ത് പോകരുത്. ഒരു ഇളം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അതിനുശേഷം മാത്രം അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക. കാരണം മുന്തിരിക്ക് ഒരുപാട് വേവില്ല, അത് പെട്ടെന്ന് അങ്ങ് ബോളായി വരും. കാഷ്യൂനട്ടിന് കുറച്ച് വേവുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് വറുത്ത് മാറ്റിയിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബോളായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. മുന്തിരി കരിഞ്ഞാൽ പായസത്തിൻ്റെ രുചി തന്നെ മാറിപ്പോവും. അപ്പോൾ ഇവിടെ ഏകദേശം മുന്തിരി ഇതവിടെ ബോളായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് പതുക്കെ ഓഫ് ചെയ്യാം കേട്ടോ. മുന്തിരി കരിയരുത്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് മുന്തിരി മാറ്റാം. ഇനി വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. അടിപൊളി രുചിയിലുള്ള നല്ല സൂപ്പർ സേമിയ പായസമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. നല്ല പായസമാണ് ഇത്. ഹസ്ബൻഡിൻ്റെ ഓഫീസിലേക്ക് ഫ്രണ്ട്സിനൊക്കെ കുറച്ച് പായസം കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, നിർദ്ദേശങ്ങൾ അറിയിക്കണം. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.